നടക്കാറില്ല. 43 വർഷം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് അങ്ങനെ ഫസ്റ്റ് ടൈം ആഫ്റ്റർ 43 years some coincidence. സന്തോഷം തോന്നുന്നില്ലേ? സന്തോഷം തോന്നുന്നില്ല. ഇത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഈ 9th-നാണ് ഞങ്ങളുടെ 43rd anniversary. 1981 May 9th-നായിരുന്നു കല്യാണം. കൺഗ്രാറ്റ്സ് സർ. ഇവിടുത്തെ TDM ഹാളിൽ വെച്ചിട്ടായിരുന്നു. അന്ന് ഇതൊന്നും ഇല്ലല്ലോ, TDM ഹാൾ മാത്രമേ ഉണ്ടായിരുന്നു ആ കാലത്ത്. അപ്പോൾ കാസേട്ടൻ വന്നിട്ടായിരുന്നു, കരുണാകരൻ ചീഫ് മിനിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു, കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു, പാട്ടുകാർ കുറേ പേരുണ്ടായിരുന്നു. ചേച്ചീനൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ, അതാണ്. അതെ, നമ്മളിവിടെ വരാറില്ല. ഇവിടെ ചെന്നൈയല്ലേ നമ്മുടെ ജീവിതം മുഴുവൻ ആ ചുറ്റിപ്പറ്റിയ അവിടെയല്ലേ. ചൂടല്ലേ? ചെന്നൈയോ? അല്ല, ഇവിടുത്തെ അത്ര ചൂടില്ല. അത്ര ഇല്ല, അത്ര ചൂടില്ല അവിടെ. ഇല്ല, അവിടെ ഒരു 38, 39 ഒക്കെ. പക്ഷെ അവിടെ നല്ല വൈകുന്നേരം അപ്പോൾ സീ ബ്രീസ് വരും, നല്ല കൂൾ സീ ബ്രീസ് വരും അവിടെ. അതെ അതെ, അവിടെ ഇതുണ്ടല്ലോ, ബീച്ചൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഒന്നൊരു കൂളിംഗ് എഫക്റ്റാണ്. അത്ര ചൂടില്ല. നിങ്ങൾ പല പല ഇതാൾക്കാരാണ്. അതെ അതെ, പല മീഡിയ സിനിമയൊക്കെ മോസ്റ്റ്ലി ഇൻ ദ TV. OTT കാണും, തിയേറ്ററിൽ ഇപ്പൊ കണ്ടു, വർഷങ്ങൾക്ക് ശേഷം. കണ്ടു. നല്ല രസം. നമ്മുടെ ആദ്യം ഞാൻ കണ്ടതൊന്നും പറ്റിയില്ല പോവാൻ. അത് തിയേറ്ററിൽ തന്നെ കാണണം. അതിന് ഞാൻ തിയേറ്ററിൽ കാണാൻ പോയത് റഹ്മാൻ്റെ റീറെക്കോർഡിങ്ങിനും റസൂൽ പൂക്കുറ്റിയുടെ സൗണ്ട് ഇഫക്ട്സിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ പോയി കണ്ടത്. നല്ലൊരു രസമായിരുന്നു തിയേറ്ററിൽ കാണാൻ. ബിക്കോസ് അതിൻ്റെ ആ പാത്തോളജിക്കൽ അവരെ ട്രീറ്റ് ചെയ്യാനൊക്കെ കണ്ട് ഞാൻ അധികം വളരെ അപ്രീഷിയേറ്റ് ചെയ്തില്ല. ഇവരെ സൂക്ഷിക്കണം, നമ്മളെ പടത്തിന്റെ വ്യൂ പറയാ. നല്ല മനസ്സിന്റെ ഒരു ഇവിടെ വെച്ച് ചോദിച്ചാലും സംസാരിച്ചോണ്ടിരിക്കും. ചേച്ചിയാ വലിച്ചോണ്ട് പോകുന്നത്. എനിക്ക് പേടിയാ. നിങ്ങൾ രണ്ടാളും കൂടെ മനസ്സിന്റെ നല്ല മനസ്സായതുകൊണ്ട് വേറെ വളരെ ഓപ്പൺ ആയിട്ട് പറയും, ഡിപ്ലോമാറ്റിക് ആയിട്ട് അല്ലാതെ പറയാം. ഓരോരുത്തരുടെ ഒപ്പീനിയൻ ആവാത്ത മൂവി. ചേച്ചിയുടെ പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ മോള് മൊറീഷ്യസിൽ ഇപ്പൊ പാടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഫുൾ ടൈം ഞങ്ങള് എനിക്ക് മോളൊരു കൊച്ചു മോളെ തന്നിട്ടുണ്ട്. അപ്പോൾ അവളെ അമ്മൂമ്മ കുട്ടിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ അപൂർവമായിട്ട് ഞാൻ രണ്ടുപേരും ഇല്ലാതിരിക്കുള്ളൂ ഇവിടെ ചെന്നൈയിൽ. നാളെ കാലത്ത് തന്നെ ഞങ്ങൾ തിരിച്ചു മടങ്ങും. ഞാനോ ശ്വേത ആരെങ്കിലും ഒരാൾ ഒരുപോലെയാണെന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. കൊച്ചിനെ മെന്നെ. ചേച്ചിയുടെ കുഞ്ഞിലൊക്കെ ആ ഫോട്ടോ, ദാസേട്ടനൊപ്പമുള്ള ആ ഫോട്ടോയും അതുമായിട്ട് ഭയങ്കര മാച്ച് ഉണ്ട് പറയുന്നത്. കുറെ പേര് പറയുന്നുണ്ട്. എനിക്ക് സന്തോഷം അത് കേൾക്കും. ഒരുപോലെ രണ്ടാളും ഒരുപോലെ ഞങ്ങൾ വീഡിയോ കുറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കല്യാണത്തിന്റെ ഒക്കെ വരുന്നത്. അപ്പോൾ കണ്ടിട്ട് എല്ലാ ആൾക്കാരും പറയുന്നു ശരിക്കും നിങ്ങൾ രണ്ടാളും ഒരുപോലെ. അത് ഏറ്റവും രസം കമന്റ്സ് ഒക്കെ വായിക്കാനാണ്. ഇതിൽ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇട്ട് കഴിയുമ്പോൾ ഓരോ കമന്റ്സ് കാണും. അതിൽ അമ്മയും അമ്മൂമ്മയൊക്കെ നല്ലോണം ഡ്രസ്സ് ചെയ്ത് വന്നിരിക്കുന്നു, കൊച്ചിനെ മര്യാദയ്ക്ക് ഡ്രസ്സ് ചെയ്ത്. ഓരോ ആൾക്കാരെ കമന്റ് വായിക്കാനാണ്. ആള് മ്യൂസിക്കൽ ഇൻട്രസ്റ്റഡ് ആണോ? മ്യൂസിക്കൽ ഇൻട്രസ്റ്റഡ് ആണോ ആള്? കുട്ടി നമുക്കിപ്പൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ ഓരോന്ന് പാടുന്നതൊക്കെ. പക്ഷെ അവൾക്ക് ദേഷ്യം എന്താ വെച്ചാൽ നമ്മളാരും അമ്മയുടെ പാട്ട് പാടിക്കൂടാ, ശ്വേതയുടെ പാട്ട് അല്ലേ. അതെ, അവള് എന്റെ പാട്ട് അത് ശ്വേത പാടി. പക്ഷെ അവളുടെ വിചാരം അത് അവളുടെ അമ്മ പാടിയതാണ്, ഞാനല്ല. ഞാൻ അവളെ കൊച്ചിനെ നോക്കണ ഒരാളത്രേ ഉള്ളൂ. അമ്മ പാട്ട് അത് അമ്മമ്മയുടെ പാട്ടല്ല, അത് അമ്മയുടെ പാട്ടാണ്. നിങ്ങൾ രണ്ടാളും പാടിയ ഒരു പാട്ട് ഭയങ്കര വൈറലായിരുന്നു. ഒന്നാനാം കൊന്നിന്റെ ഒന്നാനം കൊന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ നീ എന്റെ തേന്മാവിൽ കൂടാള
കാവേരി തീരത്തോ കാറ്റൊരുയോരത്തോ ആരാരോ സ്വപ്നം കണ്ടൊരു കളി വീടുണ്ടാക്കി. Thank you, sir. സെയിം അതെ ചേച്ചിയും കൂടെ 4 പേര് ഈ സെയിം മോനെ ഒന്ന് വേഗം വാ. വരൂ വരൂ എവിടെ? ചേച്ചി പാടില്ല അങ്ങനെ. മ്യൂസിക് ഒക്കെ വേണം അല്ലേ? അല്ല മ്യൂസിക് വേണം. ഇപ്പൊ പാടാറില്ലല്ലോ. ഇപ്പൊ ഫുൾ ടൈം ജഡ്ജിങ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇറക്കി വിട്ട സ്ഥലത്താണോ നിൽക്കുന്നത്? ഇവിടെ തന്നെയാണോ നമ്മൾ വന്ന് ഇറങ്ങിയത്? അവിടെ കാണാനില്ല. ഒന്ന് വണ്ടിയും കൂടെ കൊണ്ടുവരും. ഞങ്ങളിവിടെ നിൽക്കട്ടെ. അപ്പൊ ശരി, ചെന്നൈയിൽ പാർக்கலாம். സ്വാമി ശരണം. എനിക്കങ്ങനെ പാടാൻ പറ്റില്ല. മ്യൂസിക് ഒക്കെ വേണം അല്ലേ? പറ്റില്ല മോനെ, എനിക്ക് പറ്റില്ല. എനിക്ക് കുറെ വോമിംഗ് ഒക്കെ കഴിച്ച് കാലേ പാടാം. ചേട്ടൻ പറഞ്ഞിട്ടേ ഇപ്പൊ ജഡ്ജിങ് മാത്രമേ ഉള്ളൂ, പാട്ട് പാടില്ല. ആര് മോഹൻ പറഞ്ഞ ഞാൻ പാടില്ല. ലൈവ് ഷോസ് ഒക്കെ നിർത്തി തന്നെ പറയാം. കാരണം നമുക്ക് പാട്ടെന്ന് പറയുമ്പോൾ ഒരു അതിന് 150% അതിന് സമയം കൊടുക്കണം. അതിനത് അവിടെ വേറൊരാളും കൂടെ ഇങ്ങോട്ട് കൊടുക്കാം.